ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണല്ലേ. അപ്പോൾ 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആമക്കുളത്ത് തന്നെയാണ് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചുകൂടി ഭയങ്കര ഡെഡിക്കേഷനോടെ മീൻ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. അത് മാത്രമല്ല, നമ്മളെപ്പോഴും വരാൽ തന്നെയല്ലേ പിടിക്കുന്നത്. ഇന്ന് നമ്മൾ കാർപ്പാണ് പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. അത് സിമ്പിളല്ല പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് എൻ്റെ രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കിട്ടുമെന്നൊന്നും അറിയില്ല. ആ കുളത്തിൽ ഒരു മീനിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും ഒരു കാർപ്പാണ് എന്നാണ് എൻ്റെ ഒരു ഊഹം. സോ നമുക്ക് പോവാം ഗൈസ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഗൈസ്, ഇപ്പം നമ്മുടെ ആമക്കുളത്തിൽ കുറേ ചൂണ്ടക്കാർ വരുന്നുണ്ട്. അതുമാത്രമല്ല, കുറേ പേര് ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾക്ക് മീനൊക്കെ കിട്ടുന്നുണ്ടോ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് മീൻ കിട്ടുന്നത് നമ്മുടെ അഭിമാന പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഗൈസ്. സോ നമ്മൾക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ. ഞാൻ 2 ചൂണ്ട എടുത്തിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർപ്പിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബൈറ്റൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ വരാൽ സൈഡ് കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി നോക്കാം. എൻ്റെ രീതിയിൽ നമ്മുടെ ബൈറ്റ് ഇങ്ങനെയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഏരിയയിലില്ലേ നമ്മൾ ഈ കട്ട്ല മീനില്ലേ, അത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അവിടെയാണ് ഞാൻ മെയിൻ. നോക്ക്, അവിടെ എന്തോ വലുത് പൊളച്ചു. കുറേ മീനുണ്ട് ഗൈസ്, കുറേ പറഞ്ഞാൽ കുറേ. പക്ഷെ നമുക്കൊന്നും കിട്ടാറില്ല എന്ന് മാത്രം. നമുക്ക് മാത്രം കേട്ടോ, ബാക്കി എല്ലാവർക്കും കുറേ മീൻ കിട്ടാറുണ്ട് ഗൈസ്. നമുക്കിതില്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളില്ലേ അതാ അവിടെ ആയിട്ട് ബൈറ്റ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂണ്ട. നമ്മൾ കടുത്ത ചൂണ്ടയിൽ നമ്മൾ മറ്റേ വരാൽ പിടിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഗൈസ്, നമ്മുടെ ബ്രൈഡ് അനങ്ങുണ്ട്. പക്ഷെ മീൻ കിട്ടിയിട്ടുണ്ടാവും ഇത്ര പെട്ടെന്ന്. ഞാൻ ഇപ്പം വല്ല ഇട്ടിട്ടുള്ളൂ. നമ്മുടെ ബ്രൈഡ് കണ്ടെന്ന് നോക്കോട്ടോ. ഇപ്പം അനങ്ങും. ഇപ്പം അനങ്ങണില്ലേ? ഇതിങ്ങനെ പോണ്ട്. ഇത് ആ ഒരു സ്പോട്ടിലാണ് കേട്ടോ അനങ്ങണത്. ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ തിന്നിട്ട് പോയിട്ടുണ്ടാവോ ഗൈസ്. നമ്മൾ ഇവിടെ ഈ ചൂണ്ടയിലില്ലേ നമ്മൾ ചീവീട് കോർത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കാം, നമ്മൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഗൈസ്, അത് ഉറപ്പാണ് ഗൈസ്. ഇത് അവിടെ കണ്ടോ ഒരു കുഞ്ഞൊരു ആമക്കുട്ടി കണ്ടോ, ചെറിയ ആമക്കുട്ടി കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഇന്ന് ആരും വന്നിട്ടില്ല കേട്ടോ. ഞാനാണ് ഗൈസ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. സമയം 4:30 ആയിട്ടുള്ളൂ. എല്ലാവരും വരണ സമയം ആയിട്ടുള്ളൂ ഗൈസ്. പക്ഷെ ഞാൻ ഇന്ന് ആദ്യം വന്നു. ഞാൻ വേഗം വന്നിട്ട് വലിയ മീൻ പിടിക്കും ഗൈസ്. ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. കണ്ട നമ്മളിട്ട തീറ്റിൻ്റെ അവിടെ ഒരു പോളം പോലെയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. മീൻ കിട്ടുമോ ഇനി? അങ്ങനെയൊന്നല്ലല്ലോ നടക്കേണ്ടത്. നമ്മളിട്ടത് അവിടെയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയൊക്കെയോ ഒരു അനക്കമൊക്കെ കാണുന്നുണ്ട്. അയ്യോ, എനിക്ക് പേടിയാവണം. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് മീൻ പിടിക്കണത്. ഗൈസ് കണ്ടോ, നമ്മുടെ അനങ്ങണ ബ്രൈഡ്. ഇതാണ് ബ്രൈഡ്. ഇത് കണ്ടോ, അത് അനങ്ങണം നോക്കോട്ടോ. കണ്ട അനങ്ങണ പിടിച്ച് വലിച്ചു നോക്കിയാലോ ഗായ്സ്. ഇപ്പം എടുക്കണോ അതോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കണോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ ഇതിനെക്കുറിച്ചുള്ള ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇതിപ്പോൾ ഏത് സമയത്ത് എടുക്കണമെന്നും എനിക്ക് നല്ല കൺഫ്യൂഷൻ. എടുത്ത് നോക്കാം അല്ലേ? നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. മീൻ അടിച്ചിട്ടുണ്ടെങ്കിലോ? ഇല്ല, മീൻ അടിച്ചിട്ടില്ല. അടിച്ചാ ഇല്ല. എന്നിട്ട് സാധനം ഇല്ല. അയ്യോ, ഇവിടെ എന്തോ ഒരു സാധനം ലോക്ക് ചെയ്യാൻ. ഗൈസ്, നമ്മുടെ തീറ്റ തിന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുണ്ട് തീറ്റ. നമ്മൾക്ക് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെയാണ് നല്ലതുപോലെ പൊളയ്ക്കുന്നത്. ഇതിങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഗൈസ്. ഞാൻ അവിടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചൂണ്ട കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങാനും ഒരു സ്ട്രൈക്ക് കിട്ടി നമുക്ക് പിടിച്ച് വലിക്കാം കേട്ടോ. നോക്ക്, അവിടെ വേറെ എന്തൊക്കെയൊക്കെയോ ഒരു അനക്കം ഗൈസ്. കുറേ മീനുണ്ട് കേട്ടോ. നോക്ക്, പൊളയ്ക്കണുണ്ടോ? കുഞ്ഞു മീനാണ് തോന്നുന്നു കേട്ടോ. എത്രയോ മീൻ. ഇതീ നോക്ക്, അപ്പുറത്ത് ഇതാ സൈഡിലും കണ്ടോ കുറേ മീനുണ്ട് ഗൈസ്. പക്ഷെ എല്ലാം ചെറിയ മീനാണ്. നമുക്ക് മാത്രം ഈ കുളത്തുനിന്ന് അങ്ങനെ വലിയ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കരിപ്പിടി മാത്രമേ കിട്ടുന്നുള്ളൂ. നോക്ക്, അവിടെ കണ്ടോ വലുതായിട്ട് പൊളച്ചത് ഗൈസ്. ഈ പൊളയ്ക്കുന്നത് മീനുകൾ മാത്രമല്ല, ഉടുമ്പും ഉണ്ട്, ആമയും ഉണ്ട്. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മീൻ കിട്ടിയാൽ മതിയായിരുന്നല്ലേ ഗൈസ്. നമ്മുടെ വരാലിന് ഇട്ട് കൊടുത്ത് ചീവീട് തിന്നിട്ട് പോയോ എന്ന് നോക്കാം. അയ്യോ, ചീവീട് പോയി ഗൈസ്. ഇനിയിപ്പോൾ വരാലിനെ പിടിക്കാനുള്ള വേറെ തീറ്റയൊന്നുമില്ല. ഇതിവിടെ ഇരുന്നോട്ടെ ഗൈസ്. അവിടെ വരാല്
അവിടെ വരാല് വന്നിട്ട് പോയിട്ടാ. ഇതിലെന്തോ പിടിച്ചാൽ നടക്കുന്നുണ്ട്. അയ്യോ കരിപ്പിടി. ശേടാ, ഇവന്മാരിനെ കൊണ്ട് വലിയ തൊന്തരവ്. ദേ കണ്ടോ, വലിയ കരിപ്പിടി ഗൈസ്. അമ്മേ, അപ്പം നമ്മളൊക്കെ ആദ്യമായിട്ട് വലിയ കരിപ്പിടി കിട്ടിയിട്ടോ. അത് നോക്ക്, എപ്പോഴും കിട്ടുന്നതുകൊണ്ട് അതിശയമില്ല, എന്നാലും നല്ല ഭംഗിയില്ലേ കാണാൻ. കൊക്കി അഴിച്ചിട്ട് വേറെ പിടിക്കാട്ടോ ഗൈസ്. നോക്ക്, വലുത്. ഓ, അവനിക്ക് നല്ല എന്താ പറയുക, നല്ല എനർജി ഉണ്ട് കേട്ടോ. അവിടെ കിടക്കണ്ടവൻ, അവിടെ കിടന്നോട്ടെ, നമുക്ക് അടുത്തത് പിടിക്കാട്ടോ ഗൈസ്. ഞാൻ വലിയ കട്ട്ള മീനില്ലേ പിടിച്ചിട്ട് നിങ്ങളെയും എൻ്റെ വീട്ടുകാരെയൊക്കെ ഞാൻ അതിശയിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നടക്കുന്നെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ കട്ട്ള മീൻ കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നണത്. നമുക്ക് കുറേ കുഞ്ഞു മീൻ കണ്ടോ, കുറേ കുഞ്ഞു മീനുണ്ട് കേട്ടോ. ഇതൊക്കെ വരാലിൻ്റെ കുട്ടികളെ തോന്നുന്നുണ്ടല്ലേ. ദേ അവിടെ പൊളച്ചു വലുത്. നമുക്ക് ഈ ചൂണ്ട ഒന്ന് എടുത്ത് നോക്കിയാലോ, ഇനിയിപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിലോ. അയ്യോ എന്തോ ടൈറ്റ് ഗായ്സ്. വലിയ പട്ടയിലില്ലേ നമ്മുടെ ഹുക്ക് കുടുങ്ങിട്ടോ. അതെ, ഇത്രയും വലിയ പട്ട. ഇനിയിപ്പോൾ ഇതൊന്ന് എടുക്കട്ടെ. ഓ നോക്ക്, അവിടെ കുറേ മീന് ഗായ്സ്. നമ്മുടെ ഈ ചൂണ്ട അനങ്ങുന്നുണ്ട് കേട്ടോ. കിട്ടുമോ? പിടിച്ച് വലിക്കണോ? ഇപ്പോൾ ചെറുതായിട്ട് അനങ്ങി, ഇപ്പം അനങ്ങുന്നില്ല. പക്ഷേ വലിച്ചു നോക്കണോ? വേണ്ടല്ലേ. അതെന്താ? ഗൈസ്, നമ്മുടെ തീറ്റ കഴിയാറായിട്ടോ. ഞാൻ കാർപ്പ് പിടിക്കാൻ വേണ്ടി നോക്കി കുറേ തീറ്റ കഴിഞ്ഞു ഗൈസ്. ഒരു മീനെങ്കിലും കിട്ടിയാൽ മതി. കാർപ്പ്. ഈ ചൂണ്ട എടുത്ത് നോക്കാല്ലേ, വെറുതെ നോക്കാം, കിട്ടുന്നില്ല. ഒന്നുമില്ല ഗൈസ്. ദേ കണ്ടോ, തീറ്റയോടെ വരുന്ന കണ്ടോ. ഇനി കുറച്ചു നേരം അവിടെ കിടക്കട്ടെ ഗായ്സ്. ഞാൻ ഒന്നുകൂടി ഇതേ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തീറ്റ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ കിട്ടില്ലെങ്കിൽ ഞാൻ പോകും ഗായ്സ്. എനിക്ക് മടുത്ത്. 2 ചൂണ്ട ദേ കണ്ടോ. എൻ്റെ ഡെഡിക്കേഷൻ നിങ്ങൾ നോക്കണം. 2 ചൂണ്ടയിലാണ് ഞാൻ ചൂണ്ടുന്നത് ഗായ്സ്. മീനുണ്ട്, പക്ഷേ എനിക്ക് മാത്രം കിട്ടുന്നില്ല. അവിടെ നമുക്ക് കുറേ അനങ്ങുന്നുണ്ട്. കണ്ട കുറേ അനങ്ങുന്നുണ്ട്. അതാ കണ്ട നമ്മുടെ ചൂണ്ട അവിടെ തന്നെ ഉണ്ട്. പഠിച്ചോനെ, ഇതിലെങ്കിലും എനിക്കൊന്ന് മീനിനെ കിട്ടണേ ഗായ്സ്. കാർപ്പ് മീൻ കിട്ടണം എനിക്ക്. കണ്ട അവിടെ ഇവിടെയൊക്കെ കുറേ. അത് കണ്ടാ പൊളച്ചത് ഗായ്സ്. ഞാൻ ചൂണ്ടൽ മതിയാക്കി നമുക്ക് ഇവനെ പിടിച്ചിട്ട് വീട്ടിൽ പോവാട്ടാ. കണ്ടോ, നല്ല വലിയ കരിപ്പിടി ഗൈസ്. കണ്ടോ, വലുത്. ഇതിലിട്ടിട്ട് വീട്ടിൽ പോവാ ഗൈസ്. ഞാൻ നിർത്തി. ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അമ്മോ, എന്തോ പഠിച്ചില്ലവൻ ഗായ്സ്. വലിയ കരിപ്പിടി നോക്ക്, ഇത്രയും വലിയ കരിപ്പിടി. ഇതാ അവൻ്റെ തല കണ്ട, എൻ്റെ കയ്യിൻ്റെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവനെ എടുത്ത് കാണിച്ചു തരണ, മുള്ളു കുത്തുവോ? കണ്ടോ, നോക്കിയോട്ടാ, എൻ്റെ കയ്യിൻ്റെ ഇത്രയ്ക്കുണ്ട് ഗൈസ്. കണ്ടോ, വലിയ സാധനം. വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. നമുക്ക് കിട്ടിയ വലിയ കരിപ്പിടി നമ്മളെ വീട്ടിൽ ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് തീറ്റയും കൊണ്ട് ഞാനിവിടെ നമ്മുടെ പാടത്ത് ചൂണ്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് ചൂണ്ടൽ പഠിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. കാരണം കുറച്ച് തീറ്റ ഉണ്ട്, അത് വേസ്റ്റ് ചെയ്യണ്ട, കിട്ടുന്നതൊക്കെ പിടിക്കാമല്ലേ. അതെ, അവിടെ ഒരു ആൻറ്റി ചൂണ്ടുന്നുണ്ട് കേട്ടോ. അമ്മ ഗൈസ്, ആൻറ്റിക്കില്ലേ ഈ കുഞ്ഞൊരാല് ഗൈസ്. കണ്ടോ, ആൻറ്റി പിടിച്ചതോ. നോക്ക് അതിൻ്റെ വാല് നോക്ക്, നല്ല കളറുണ്ട് വാല് കാണാൻ. വാലൊരു പ്രത്യേക കളറാണല്ലോ. കറുപ്പും വെള്ളയും പോലെ. വാലിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഇരുന്നോട്ടെ.
ഇതാ അവിടെ മണ്ണ് കണ്ടു തുടങ്ങി. അപ്പൊ ഇനിയിപ്പൊ ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഇന്ന് നമ്മൾ ആമക്കുളത്തിൽ പോയിട്ട് കുറേ മീനൊക്കെ പിടിക്കാം, അല്ലെങ്കിൽ കാർപ്പ് ആ മീനിന് പിടിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം മാറിപ്പോയി ഗൈസ്. നമുക്ക് 2 പട്ട വലിച്ചു കയറ്റാൻ പറ്റി കരയിലോട്ട്. പിന്നെ കുറേ ചണ്ടിയും അതും സാധനങ്ങളൊക്കെ നമ്മൾ കുളത്തുനിന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വേറെ ഒന്നും നമുക്ക് കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ വലിയൊരു കരിപ്പിടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ കരിപ്പിടിക്ക് നമ്മൾ എപ്പോഴും പിടിക്കണോണ്ട് അതിനൊരു ഇതില്ല ഗൈസ്. നിങ്ങൾ പറയണ പോലെ എനിക്ക് മീൻ പിടിക്കാൻ ആഗ്രഹം ഇല്ലാണ്ടൊന്നുമല്ല. പക്ഷെ എന്താ ചെയ്യുക, കിട്ടണ്ടേ മീന്. ഞാൻ ഡെയിലി ശ്രമിക്കുന്നുണ്ട്. ആ കാർപ്പ് അല്ലെങ്കിൽ വരാൽ ഏതെങ്കിലുമൊക്കെ, കരിപ്പിടി അല്ലാണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ മീനിനെ ഞാൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കിട്ടണ്ടേ, മീനിന് ആഗ്രഹമില്ല എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അതാണ് സംഭവം. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ കാണാതെ പോകരുത്. ഞാൻ 2 ചൂണ്ടയൊക്കെ ആയിട്ട് ഇന്ന് എന്തായാലും വലിയൊരു മീനിനെ പിടിക്കണം പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.